ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നിപ്പോൾ നമ്മളൊരു പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണുന്നത്. അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ആയിട്ട് ദേ നമ്മുടെ പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വന്നു. എല്ലാവർക്കും, ജയിച്ചവർക്കും അതേപോലെ തന്നെ ഒരു ചെറിയ ഫെയിലിയറോട് കൂടി നമ്മൾ പരീക്ഷയ്ക്കൊക്കെ വെയിറ്റ് ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. കാരണം ഒന്നും ഒന്നും ഒന്നിന്റെ അവസ്ഥാനമല്ല അല്ലെ. ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും ഇപ്പൊ ഒരു ചെറിയൊരു കൈബത്തം പറ്റി കാണും, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷ പോലെ ചിലപ്പോൾ മാർക്ക് കിട്ടി കാണത്തില്ല. ഒബ്വിയസ്ലി ഇപ്പൊ ഒരുപാട് എല്ലാവർക്കും അനുമോദനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും നല്ല മാർക്ക് മേടിച്ചുള്ള കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് ഞാൻ ഒന്നുകൂടെ ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് പറയാണ്. പക്ഷെ ഒരു ചെറിയ പാളിച്ചല് തന്റേതല്ലാത്ത കാരണത്താലോ നമുക്ക് മാർക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ ലൈഫിൽ പരാജയപ്പെടാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒന്നും ഇതിന്റെ സ്റ്റോപ്പ് അല്ല എന്നുള്ളത് എന്റെ ഫ്രണ്ട്സിൽ തന്നെ എനിക്കറിയാം. ഒരുപാട് പേര് ഇപ്പൊ ഏതൊക്കെ ലെവലിലാണ് അവർ വന്നിരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പം ഒരിക്കലും നമ്മൾ എന്തൊരു സാധനം വന്നാലും ദിസ് ഇസ് ദി എൻഡ് എന്ന് ഫീൽ ചെയ്യരുത്. മൂവ് ഓൺ, അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുക. നമുക്ക് എന്താണെന്നുള്ളത് ഫോക്കസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു റിസൾട്ടിലേക്ക് വരാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും പ്ലസ് ടു കഴിഞ്ഞതുകൊണ്ട് ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഡിഗ്രിയുടെ അഡ്മിഷൻ ആയിരിക്കും പോകുന്നത്. അപ്പം എന്താ പറയാ, എല്ലാവർക്കും അവർക്ക് ഇഷ്ടമുള്ള കോഴ്സസ് എടുത്ത് ഇഷ്ടമുള്ള കോളേജിൽ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനും പാക്ക് ചെയ്തുകൊണ്ട് പോവാണ് എൻ്റെ കോളേജിലേക്ക്. നമ്മളിപ്പോ ജൂൺ 1 തൊട്ട് മൺഡേ തൊട്ട് കോളേജ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പം എന്റെ കോളേജ്, അതായത് SN വിമൻസ് കോളേജ്, കൊല്ലം SN വിമൻസ് കോളേജിലേക്ക് വരാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പോരെ. ഒരുപാട് കോഴ്സസ് നമുക്ക് അവിടെ നമ്മുടെ കോളേജിലുണ്ട്. ഇപ്പൊ എന്റെ കോളേജിന്റെ ഒരു ക്യാൻവാസിങ് അങ്ങനൊന്നും അല്ല ഞാൻ പറയുന്നത്, നമുക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഒരു ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എന്റെ കോളേജ് അല്ലെങ്കിൽ എന്റെ കോളേജിൽ നൽകുന്ന കോഴ്സസിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവയർനെസ് നമ്മുടെ പേജിലൂടെ, ഇൻസ്റ്റാ പേജിലൂടെ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒന്ന് പറയാം, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി ഞാൻ പറയുന്നത് എന്റെ സബ്ജക്റ്റിന്റെ കാര്യമാണ്. BA മ്യൂസിക് എന്നുള്ളത് നമുക്ക് SN വിമൻസ് കോളേജ്, കൊല്ലം SN വിമൻസ് കോളേജിൽ മാത്രമുള്ള കോഴ്സാണ് കേട്ടോ. അതേപോലെ നമുക്ക് 15 ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. അതെല്ലാം നമുക്ക് വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതേപോലെ തന്നെ കൊല്ലത്ത് ഒരേ ഒരു മ്യൂസിക് പഠിപ്പിക്കുന്ന സ്ഥാപനം, അതായത് ഡിഗ്രി ആയിട്ട് പഠിപ്പിക്കുന്ന സ്ഥാപനം ഇസ് SN കോളേജ് ഫോർ വിമൻ. അപ്പൊ അതുകൊണ്ട് സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ആരെങ്കിലും ഇങ്ങനെ വ്യഗ്രതയോടുകൂടി നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേറിപ്പോരെ, ഞാനുണ്ടാവും അവിടെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോ പാക്ക് ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എവിടെ പോകുന്നു എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് എൻ്റെ ജന്മഭൂമിയായ നമ്മുടെ കൊല്ലത്തേക്ക് താമസം മാറുകയാണ് കേട്ടോ. കുറച്ച് നാളത്തേക്ക് ഞാനിപ്പോ ഇനി കൊല്ലത്ത് നിന്നായിരിക്കും കോളേജിൽ പോയി വരുന്നത്. നിൽക്കാൻ പോകുന്നത് അമ്മയുടെ അങ്കിളുടെയും കൂടെ തന്നെ ആയിരിക്കും. അവര് കോളേജിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ ഫ്ലാറ്റ്. അപ്പൊ അതുകൊണ്ട് കുറച്ചിപ്പം ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ വരുന്ന വ്ളോഗ്സിൽ ഞാൻ പറയാം. അപ്പൊ അതുകൊണ്ട് കുറച്ച് നാള് ഇനി ഏട്ടനും മോളും ഇവിടെ തനിയായിരിക്കും. ഞാനും അങ്കിളും അമ്മയും കൂടെ ആയിരിക്കും അവിടെ ഉള്ളത്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള കുറച്ച് പാക്കിങ്. എനിക്കാണെങ്കിൽ കുറെ നാളായി ഇങ്ങനെ പിരിഞ്ഞ് രണ്ടിടത്തായിട്ട് നിന്നിട്ട്, അതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പാക്ക് ചെയ്യണമെന്നോ ശരിക്കും അങ്ങനത്തെ ഒരു ബോധമില്ല. ഇന്നിപ്പോ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. സ്കിൻ കെയർ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ, അതെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് സാരികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കോളേജ് വീടിന്റെ അടുത്താകുമ്പോഴത്തേക്കും നമുക്ക് സാരി കൊടുത്ത് പോകാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതിന്റെ കുറച്ച് സൽവാറും കാര്യങ്ങളും കുറച്ച് ഡ്രസ്സസ് ഒക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എല്ലാ വീക്കെൻഡും ഇങ്ങടേക്ക് വരും. അപ്പം എന്താണെങ്കിലും നമുക്ക് പിന്നെ വേണ്ട സാധനങ്ങളൊക്കെ എടുക്കാമല്ലോ. അപ്പൊ തൽക്കാലത്തേക്കുള്ള ഒരു പെട്ടിക്കുള്ളിൽ ഒതുങ്ങുന്ന സാധനങ്ങളുമായി ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നിപ്പം ഉച്ചക്കലത്തെ ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കൊല്ലത്തേക്ക് പോവാണ്. എന്നിട്ട് തിരിച്ച് നാളെ ഏട്ടനും മോളും കൂടെ തിരിച്ചു വരും. പിന്നെ അവരുടെ അംഗമാണ് ഗൈസ്. അപ്പം മോക്ക് ഓൾറെഡി സ്കൂൾ തുറന്നു. അപ്പൊ ജൂൺ 1 തൊട്ട് അവർക്കും സ്കൂളിൽ പോകണമല്ലോ. അപ്പൊ അതുകൊണ്ട് നാളെ തന്നെ അവർ തിരിച്ച് റിട്ടേൺ അടിക്കും. അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ കുറെ നാൾക്ക് ശേഷം ഇവരെ പിരിഞ്ഞ് എങ്ങനെ ഞാൻ നിൽക്കുന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആണ് ഇതില്. പക്ഷെ ഇവർ രണ്ടും ഭയങ്കര ഹാപ്പിയാണ്. എന്താണെന്ന് എനിക്കറിയത്തില്ല. അവർ ഭയങ്കര ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ അല്ലെ, അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാം പാക്കിങ്ങും ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഞാൻ ഇനി പാക്കിങ്ങിൽ എന്തൊക്കെയാണെന്നൊന്നും കാണിക്കുന്നില്ല. ഇതിപ്പോ ചെറിയൊരു ബാഗിനകത്ത് പിയുടെയും ഏട്ടന്റെയും സാധനങ്ങൾ, അവർക്ക് ഇന്നിപ്പോ പോകാനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ട് ഇന്നിപ്പോ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരുടെ അടുത്തും പറയുന്നതും കുറച്ചുകൂടെ നമ്മുടെ ഫീമെയിൽ ഹൈജീന് പറ്റുന്ന ഒരു സംഭവം കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിക്കുന്നത്. ഈ ബെല്ലയുടെ നമുക്ക് ഇതാണ് സാനിറ്ററി അല്ല, ആക്ച്വലി ഇത് പാൻറ്റി ലൈനേഴ്സ് ആണ്. ഇതേ നോക്കൂ, ഇത്ര ചെറിയൊരു സാധനമാണ്. അപ്പൊ നമുക്ക്
ചെറിയ സ്പോർട്ടിങ് അല്ലെങ്കിൽ നമുക്ക് ഓവുലേഷൻ ടൈമിൽ അല്ലെങ്കിൽ ഗേൾസിന് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഈ ഡ്രൈനെസ് ഭയങ്കരമായിട്ട് ഈ വെറ്റ്നെസ് നമ്മൾ ടോയ്ലറ്റ് ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു നനവ് നിൽക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഈ ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നനവൊന്നും നിൽക്കാണ്ട് നമ്മൾ ഭയങ്കര ഹൈജീൻ ആയിട്ട് ഡ്രൈ ആൻഡ് കംഫർട്ടബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഹൈലി റെക്കമെൻഡഡ്. ബട്ട് ഇതിന്റെ ഈ ബ്രാൻഡിന്റെ ഇപ്പം അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, ഇതിന്റെയും ഞാൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും പെയ്ഡ് പ്രമോഷൻ ആവണം എന്ന് ആഗ്രഹമുണ്ട് ഗൈസ്, പക്ഷെ ഇതൊന്നും അല്ല. അപ്പൊ ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ച സാധനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടിയും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ട്രെയിൻ കുറച്ച് ലേറ്റാണ്. നമുക്ക് നേരത്തെ ആയിരുന്നു 12:30-ക്കുള്ള ട്രെയിൻ, ഒരുപാട് ലേറ്റായി. അപ്പോൾ ഫുഡ് ശരിക്കും പറഞ്ഞാൽ അമ്മ ഒരു ബോക്സിലൊക്കെ എടുത്തതാണ്, നമുക്ക് ട്രെയിനിലിരുന്ന് കഴിക്കാം. കാരണം ആ 12 മണിയൊക്കെ ആകുമ്പോഴേ കഴിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ, അപ്പോഴത്തേക്കും വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ ട്രെയിനിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞ് എടുത്തതാണ്. പക്ഷേ ട്രെയിൻ ലേറ്റായി, 3 മണിയായി ഇവിടെ എത്തിയപ്പോൾ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ ഇനി അമ്മയുടെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അമ്മയും നമ്മളും ഒരേ ഫ്ലാറ്റിലാണോ, ഒരിടത്താണോ, അടുത്താണോ താമസിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരേ ബിൽഡിങ്ങിലുള്ള 2 ഫ്ലാറ്റിലായിട്ടാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത് തന്നെ അപ്പുറത്തെ ബ്ലോക്കിലാണ് അമ്മ. അങ്ങനെ അവിടെ പോയി ഇതേ അമ്മ നല്ല മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മട്ടൻ ബിരിയാണി ഇതെല്ലാം ഈ എന്താ പറയുക പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് പിന്നെ ഞങ്ങളത് വേറെ പ്ലേറ്റിലാക്കി ഒന്നുമില്ല, അങ്ങനെ തന്നെ സ്പൂണിൽ തന്നെ അങ്ങോട്ട് കഴിച്ചിട്ട് പോവുകയാണ് കേട്ടോ. കാരണം ഇനി വേറെ അധികം പ്ലേറ്റ്സ് ഒന്നും എടുത്ത് നശിപ്പിക്കേണ്ട, ഇനി അത് കഴുകാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞതേ അമ്മയുടെ ഫ്ലാറ്റിൽ നിന്ന് താഴെ ഇറങ്ങി. ഇനി നമ്മൾ ഊബർ വിളിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഏട്ടനും മോളും ഒക്കെ വരുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇവിടെ കൊണ്ടിട്ടിട്ട് പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ ഇവർ വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ എല്ലാം സാധനങ്ങളും ഒക്കെ എടുത്ത് യാത്ര പറഞ്ഞ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ കുഞ്ഞു പെട്ടി നല്ല രസമില്ലേ, നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്കിൾ അത് എവിടുന്നോ കുറേ വർഷം മുന്നേ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അത് പിയുടെ പെട്ടി എന്ന് പറഞ്ഞ് അവൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു ചുമയുണ്ട്, അപ്പോൾ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ ചുമച്ച് അയ്യോ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. അങ്ങനെ ദേ പോവാണേ. അപ്പോൾ ദേ നമുക്കിനി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിട്ട് കാണാം. അപ്പോൾ ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. കുറച്ച് ലഗേജസ് കൂടുതലുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക വലിയൊരു വണ്ടിയൊക്കെ വിളിക്കേണ്ടി വന്നു, കാരണം ലഗേജ് എല്ലാം കയറണമല്ലോ. പക്ഷേ നമ്മൾ കുറച്ച് ലേറ്റായെന്ന് തോന്നുന്നു ഇറങ്ങിയപ്പോൾ. യൂഷ്വലി നമ്മൾ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ പോവുകയാണ്. ഈ വീക്കെൻഡിൽ തിരിച്ച് വരും കേട്ടോ ഞാൻ. പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഒരു മിസ്സിങ് കേട്ടോ ഇവിടുന്ന് പോകാൻ നേരത്ത്. കാരണം മോളോ ഏട്ടനും ഇല്ലാണ്ട് നിൽക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു വല്ലാത്തൊരു വിഷമം. പക്ഷേ എന്താണെങ്കിലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ആ അബദ്ധത്തിൽ വേറെ ഏതോ ബോഗിയിലാണ് കയറിയത് കേട്ടോ. 24 മണിക്കൂർ ട്രെയിനിലുള്ള ഞാൻ, പക്ഷേ ഇപ്രാവശ്യം ബോഗി മാറി കയറി. പിന്നെ നമ്മൾ ടിറ്റിനെ കണ്ട് സംസാരിച്ചിട്ടൊക്കെ വേറെ ബോഗിയിലേക്ക് മാറി. അതിൻ്റെ കാര്യം പറഞ്ഞ് ഇവിടെ ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ അവിടെ നിന്ന് തല്ലി ഓടിക്കാണ്ടിരുന്നത് നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണെങ്കിലും എല്ലാവരും ഒരുമിച്ചുള്ള സീറ്റ്സ് തന്നെയാണ് കിട്ടിയത് കേട്ടോ. അങ്ങനെ കയറി ഇരുന്നപ്പോൾ തന്നെ ഒരു കോഫി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, മസാല ചായയും കോഫിയൊക്കെ. ഇത് മറ്റേ നമുക്ക് നോർമലി കിട്ടുന്ന ചായയല്ല, കുറച്ചുകൂടെ എന്താ മസാല ചായ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പാക്കറ്റിൽ അല്ലേ, അത് തന്നെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായാലും അത് കൊള്ളായിരുന്നു. എനിക്ക് മസാല ചായ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതൊക്കെ കുടിച്ച് ദേ നമ്മൾ കൊല്ലം എത്തി കേട്ടോ. അങ്ങനെ കൊല്ലം കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് എൻ്റെ നാട് പോയി ഗൈസ്. അങ്ങനെ അതാ നമ്മളെത്തി. അപ്പോൾ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു പയ്യൻ നിന്നിട്ട് ഉണ്ണിയപ്പം വിൽക്കുന്നുണ്ട് കേട്ടോ. ആളുടെ അമ്മ അങ്ങണ്ട് ഉണ്ടാക്കുന്നതാണ്. ഇതാ കണ്ടോ ഈ പാക്കറ്റിലുള്ളത്. അപ്പം ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള അഞ്ജലി ടീച്ചർ, ലത ടീച്ചറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഒരു പ്രാവശ്യം വാങ്ങിയത് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരെങ്കിലും നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ആൾ ഒരു പയ്യനാണ് കേട്ടോ, 10-20 വയസ്സിനുള്ളിലേ ഉണ്ടാവുള്ളൂ. ആൾ അമ്മയും ചേച്ചിയൊക്കെ ഉണ്ടാക്കുന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു ഉണ്ണിയപ്പം കാണുകയാണെങ്കിൽ വാങ്ങിക്കൊള്ളൂ കേട്ടോ, നല്ല ടേസ്റ്റാണേ. അപ്പോൾ അത് കഴിഞ്ഞ് ദേ നമ്മൾ അങ്കിളിൻ്റെ ഫ്ലാറ്റിലെത്തി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഫ്ലാറ്റ് ടൂർ അമ്മയുടെ അങ്കിളിൻ്റെയും കൊല്ലത്തെ ഫ്ലാറ്റിൽ കാണിക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ഉണ്ടായതുകൊണ്ട് തീർച്ചയായും അത് കാണിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതേ ഫ്ലാറ്റിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി നമുക്ക് കൂടുതൽ വീഡിയോസും വിശേഷങ്ങളുമായിട്ട് കാണാം, കാരണം ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ കുക്കിംഗ് ചോദിച്ചവർക്കും അതേപോലെ ഫ്ലാറ്റ് ടൂർ ചോദിച്ചവർക്കും അമ്മയും അങ്കിളിനെ കാണാൻ ഇഷ്ടമുള്ളവർക്കും തീർച്ചയായിട്ടും അത് കാണാം. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.